കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കോൺഗ്രസ്സിൽ ഒരുപാട് പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട്. ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ, ചെറിയ പടക്കങ്ങൾ എന്നൊക്കെ പറയാം. ഇപ്പോൾ മുഖ്യമന്ത്രിയായി അധികാരമേറ്റിട്ട് 2 മാസം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും പല അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യത്തിലും പല നേതാക്കന്മാരും എതിരഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ശേഷാദ്രിനാഥനോ അതുപോലത്തെ ഒരാളെ നിയമിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഗവൺമെൻറ് ലീഡറായിട്ട് കുറേ വക്കീലന്മാരെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ പല CPM അനുഭാവികളെ അതുപോലെ BJP അനുഭാവികളെയൊക്കെ നിയമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് വെടിപൊട്ടിച്ചത് KSUവിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള അലോഷ്യസ് സേവ്യറാണ്. അപ്പോൾ അലോഷ്യസ് സേവ്യറിനെ പിന്തുണച്ചുകൊണ്ട് പിന്നീട് മറ്റ് ജിൻഡോ ജോൺ വരുന്നുണ്ട്. പിന്നെ പിന്നൊരു അനൂപ് കോൺഗ്രസിൻ്റെ സ്പോക്കസ് പേഴ്സണായിട്ട് KC വേണുഗോപാലിൻ്റെ വലത് കൈ എന്നൊക്കെ പറയുന്ന പോലെ കുട്ടി നേതാക്കന്മാരുടെ കൂട്ടത്തിലുണ്ടാവുക, വലത്തേ കൈ ഇടത്തേ കൈ എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിന് വേണ്ടി ശക്തമായി പരസ്യമായി രംഗത്ത് വന്നത്. അപ്പോൾ ഇത് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചു. പഴയ ആളല്ല, പ്രതിപക്ഷ നേതാവല്ല, ഇത് മുഖ്യമന്ത്രിയാണ്. 102 സീറ്റ് ഭൂരിപക്ഷം നേടിക്കൊടുത്ത് തൻ്റെ കൂടി ശ്രമഫലമായിട്ട് നേടിക്കൊടുത്തതാണെന്നുള്ള ഉറച്ച ബോധ്യം ഉള്ള ഒരു ആളാണ് VD സതീശൻ. സ്വാഭാവികമായിട്ടും അങ്ങനെ പരസ്യമായിട്ട് വിമർശനം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് പൊള്ളി. അദ്ദേഹം വളരെ രൂക്ഷമായിട്ട് പത്രസമ്മേളനത്തിൽ പറയുകയും ചെയ്തു. അപ്പോൾ ഇതിൽ 2 പെർസ്പെക്റ്റീവ് ഉണ്ട്. എങ്ങനെയാണ് ഈ CPM അനുഭാവികളും BJPക്കാരൊക്കെ ഈ അപ്പോയിൻമെൻറ്റിൽ വരുന്നത് എന്നൊരു ചോദ്യമുണ്ട്. രണ്ടാമത് മുഖ്യമന്ത്രിയുടെ VD സതീശൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം ലോയേഴ്സ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് കൊടുത്ത പട്ടികയിൽ നിന്ന് 2 ആൾക്കാർ ചൂസ് ചെയ്താണ്. അപ്പോൾ ഈ ചൂസ് ചെയ്യപ്പെട്ട വ്യക്തികളിൽ വല്ല പരാതികളും പരിഭവങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോൺഗ്രസ് ലോയേഴ്സിൻ്റെ ആ കൂട്ടായ്മ ഉണ്ടല്ലോ, അവരുടെ പ്രസിഡന്റിനെയാണല്ലോ ബ്ലെയിം ചെയ്യേണ്ടത്. കാരണം അവർ കൊടുത്ത ലിസ്റ്റിൽ നിന്ന് ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിക്ക് ഒരാൾ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഗവൺമെൻറ് ലീഡർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ ചെറിയ അപ്പോയിൻമെൻറ്റുകളാണ്. അപ്പോൾ അവർ അപ്പോയിൻമെൻറ്റ് സമയത്ത് ഇദ്ദേഹം CPM അനുഭാവിയാണോ എന്ന് സൂക്ഷ്മദർശിനിയോട് കൂടി നോക്കി കാണാനൊന്നും കഴിയില്ല. കാരണം അദ്ദേഹത്തിന് ഒരുപാട് അപ്പോയിൻമെൻറ്റുകൾ നടത്താണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ടാവും, മേൽനോട്ടം വഹിക്കാണ്ടാവും. അപ്പോൾ അത്രയും സൂക്ഷ്മമായ വിലയിരുത്തൽ നടക്കില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും എളുപ്പം എന്താണ്, കോൺഗ്രസ് ലോയേഴ്സ് കമ്മിറ്റി കൊടുത്ത ലിസ്റ്റിൽ നിന്ന് 2 ആൾക്കാരെ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ കുറ്റപ്പെടുത്താൻ പറ്റൂല. കുറ്റപ്പെടുത്താണെന്നുണ്ടെങ്കിൽ ഇവരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. അപ്പോൾ അതിന് പകരം മുഖ്യമന്ത്രിക്ക് നേരെ ഒളിയമ്പ് ചെയ്യാനാണ് സത്യത്തിൽ അലോഷ്യസ് സേവ്യറൊക്കെ ശ്രമിച്ചത്. അത് വാർത്താ മാധ്യമങ്ങളിൽ വരുന്നു, പത്ര പ്രവർത്തകർക്ക് ബൈറ്റ് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് VD സതീശനെ നന്നായി ചൊടിപ്പിക്കുന്നുണ്ട്. തൻ്റെ അധികാര കേന്ദ്രത്തെ ചോദ്യം ചെയ്യുന്നത് പോലെ അവർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും രൂക്ഷമായ പ്രതികരണമൊക്കെ ഉണ്ടായത്. അപ്പോൾ KSUവിൻ്റെ നേതാക്കന്മാർക്ക് മുഖ്യമന്ത്രി അപ്പോയിൻമെൻറ്റ് കൊടുത്തില്ല എന്ന് പറയുന്നു. എനിവേ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഞാൻ സത്യമായിട്ട് മനസ്സിലാക്കുന്നത് നമ്മുടെ KC വേണുഗോപാലിൻ്റെ ചെറിയ ചെറിയ കരങ്ങളുണ്ടെന്നാണ്. കാരണം KC വേണുഗോപാൽ ഇന്നലെ തന്നെ KSUവിൻ്റെ മഹാത്മ്യം പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. മുൻകാല KSU നേതാക്കന്മാരെയൊക്കെ അനുസ്മരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഉൾപാർട്ടി ജനാധിപത്യം അത്യാവശ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉൾപാർട്ടി ജനാധിപത്യം വേണം. ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലാത്തതുകൊണ്ടാണ് കഴിഞ്ഞൊരു 10 വർഷക്കാലത്തെ പിണറായി സർക്കാരിൻ്റെ ഭരണം മൂലം 35 സീറ്റിൽ ഒതുങ്ങി കേരളം കണ്ട ഏറ്റവും ദുർബലനായ ഒരു പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ മാറിയത്. അപ്പോൾ ഉൾപാർട്ടി ജനാധിപത്യം വേണം. പിന്നെ ഈ VD സതീശനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് എല്ലാ KSUക്കാർ സമരം ചെയ്തിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ് സമരം ചെയ്തിട്ടുണ്ട്, UDFൻ്റെ മുന്നണി ഏറ്റെടുത്ത് നിന്നുകൊണ്ട് ഒരുപാട് സമരം ചെയ്തിട്ടുണ്ട്. അവരൊക്കെ സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ സമരം ചെയ്തുകൊണ്ട് മാത്രമല്ല മുഖ്യമന്ത്രിയായത്, VD സതീശൻ മുഖ്യമന്ത്രിയായത്. അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ച ആളുകളെയൊക്കെ അദ്ദേഹം നോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം അങ്ങനെ ഒക്കെ ഒരു ഗാന്ധിജിയെ പോലെ നടക്കുന്ന ആളൊന്നല്ല. ഒരു ഫലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അരപ്പിണറായി തന്നെയാണ്, നമ്മൾ പിണറായി എന്നുള്ള പറയല്. കാരണം അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ KSUവിൻ്റെ പ്രസിഡന്റ് ആകുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ സ്ഥാനം നഷ്ടപ്പെട്ടു, യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു, KPCC പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെ പോയി അവസാനം മന്ത്രിസഭ വന്ന സമയത്ത് മന്ത്രിസഭ വന്ന സമയത്ത് മന്ത്രിസ്ഥാനവും ഇവരെ പോലത്തെ കുറച്ച് നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് മന്ത്രിസ്ഥാനവും കളഞ്ഞു. അങ്ങനെ ഗ്രൂപ്പ് യുദ്ധത്തിൻ്റെ പേരിൽ എല്ലാതും നഷ്ടപ്പെട്ടു പോയ മനുഷ്യനാണ്. മാത്രമല്ല 102 എന്ന് പറയുന്ന വലിയ ഭൂരിപക്ഷം ജനങ്ങൾക്ക് നേടിക്കൊടുത്തു, UDF നേടിക്കൊടുത്തതിന് ശേഷവും പിന്നിൽ നിന്ന് കുത്തി തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായതിനു ശേഷം KC വരട്ടെ എന്ന് ഒരു മടിയില്ലാതെ KCക്ക് വേണ്ടി മുറവിളി കൂട്ടിയ ആളുകളാണ് ആര്, ഈ നേതാക്കന്മാർ. സ്വാഭാവികമായിട്ടും അവരെ VD സതീശൻ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് നമ്മൾ നോക്കി തന്നെ കാണണം. കാരണം ഇതൊക്കെ മനസ്സിൽ വെച്ച് അതേ രൂപത്തിൽ പ്രതികാരം എടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ളൊരു സ്വഭാവമുള്ള ഒരു ആൾ കൂടിയാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത് ഈ പറയപ്പെട്ട ഗ്രൂപ്പ് സമവാക്യത്തോടോ അല്ലെങ്കിൽ ഗ്രൂപ്പ് നേതാക്കന്മാരോ അല്ല. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ ഇറങ്ങിക്കളിച്ച് കേരളത്തിലെ പൊതുജനങ്ങളാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ
ഏറ്റവും വലിയ കമ്മിറ്റ്മെൻറ്റ് പൊതുജനങ്ങളോടാണ്. അപ്പോൾ നേരിട്ട് പാർട്ടിയിൽ പറയേണ്ട കാര്യങ്ങൾ പാർട്ടി പറയാം, KPCC പ്രസിഡന്റിന് പറയാം. അതിപ്പോൾ അല്ലെങ്കിൽ എന്താ ഒരു പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ഉണ്ടല്ലോ, അപ്പോൾ അത് ഉന്നതാധികാരി സമിതി എന്നൊക്കെയാണ് അതിൻ്റെ പേര്, രാഷ്ട്രീയ ഉന്നതാധികാരി സമിതി. അപ്പോൾ അതിൽ പറയാം. അതിലൊന്നും ഇനി അതിൻ്റെ യോഗം നടക്കാത്തത് കൊണ്ടാണെങ്കിൽ KPCC പ്രസിഡന്റിനോട് സമീപിച്ചുകൊണ്ട് യോഗങ്ങൾ റെഗുലറായി നടത്താൻ പറയാം. അതൊന്നും മുഖ്യമന്ത്രിയുടെ ഇടപെടുന്ന കാര്യമല്ല. കാരണം അദ്ദേഹം ആരാണ്? മുഖ്യമന്ത്രി മാത്രമാണ്. അല്ല KPCC പ്രസിഡന്റ് ഉത്തരവാദിത്തപ്പെട്ട KPCC പ്രസിഡന്റോ ഭാരവാഹിയോ അല്ല, അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അപ്പോൾ KPCCയിൽ എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ അതുണ്ടാവും എന്നതിനപ്പുറം സംഘടന ചലിപ്പിക്കേണ്ട ഉത്തരവാദിത്തം സംഘടനാ പ്രസിഡന്റിനാണ്. അപ്പോൾ അത് നടക്കാതെ സംഘടനയിൽ പറയേണ്ട കാര്യം സംഘടനയിൽ പറയാതെ പുറത്തു പറഞ്ഞാൽ അത് പിന്നീട് മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്തതിന് ശേഷം പിന്നീട് അത് പരിഹരിക്കാൻ ശ്രമിച്ച അദ്ദേഹം വളരെ പെട്ടെന്ന് ഒതുങ്ങുന്നൊരു മനുഷ്യനേ അല്ല. നമ്മൾ സാധാരണ കാണുന്ന ഇപ്പോൾ രമേശ് ചെന്നിത്തല ഡീൽ ചെയ്യുന്ന പോലെയോ KC വേണുഗോപാലൻ ഡീൽ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്തൊരു മനുഷ്യനാണ് സത്യത്തിൽ വി.ഡി. സതീശൻ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടി 2 മാസമേ ആയിട്ടുള്ളൂ. ഈ ഗവൺമെൻറ് പ്ലീഡർ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ പോസ്റ്റാണ്. കാരണം ഈ കോൺഗ്രസിൽ തന്നെ ഇഷ്ടംപോലെ വക്കീൽമാരുണ്ടാവും. നമ്മൾ ഈ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ നോക്കുമ്പോഴേ ഏകദേശം ഇപ്പോൾ വി.ഡി. സതീശൻ തന്നെ ഒരു വക്കീലാണ്. പ്രാക്ടീസ് വക്കീൽമാരുണ്ടാവും, അല്ലാത്തവരുണ്ടാവും. അപ്പോൾ ഇഷ്ടംപോലെ വക്കീൽമാർ കോൺഗ്രസിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവരെ പിക്ക് ചെയ്തില്ല. അവരുടെ ഈ CPM-കാരുടെ അടിയൊക്കെ കൊണ്ടതിന് ശേഷം അവർ ആ പോസ്റ്റിലേക്ക് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ദേഷ്യമാണ് ഈ അലോഷ്യസ് സേവ്യരൊക്കെ പ്രകടിപ്പിച്ചത്. പക്ഷെ നിർഭാഗ്യവശാൽ അത് പാർട്ടിയിൽ പറയേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇനി KSU എന്ന് പറയുന്ന ചെറിയ സംഘടന കേവലം ഇത്തരത്തിലുള്ളൊരു അഭിപ്രായ പ്രകടനം നടത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ പിന്നിൽ ഒരു വലിയ തലയുണ്ട്. ആ തല ആരാണ് എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആ തലകളൊക്കെ പുറത്തു വന്നു. ഇനി എങ്ങനെയാണിത് വി.ഡി. സതീശൻ കൈകാര്യം ചെയ്യുമെന്നത് നമ്മൾ നോക്കി തന്നെ കാണണം. അല്ല വി.ഡി. സതീശനെ വിറപ്പിച്ചിട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതൊന്നും എത്രത്തോളം സാധ്യമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിവേ ഇത് കോൺഗ്രസിൻ്റെ ഉള്ളിലെ കാര്യങ്ങളാണെങ്കിൽ പോലും തൻ്റെ പാർട്ടിക്ക് വേണ്ടി അടി കൊണ്ട കുറേ ആൾക്കാരുണ്ട്, നേതാക്കന്മാരുണ്ട്, കുട്ടി നേതാക്കന്മാരുണ്ട്. അവർക്കൊക്കെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് നടത്തുമ്പോൾ അവരെ ചൂസ് ചെയ്യാന്നുള്ളത് വി.ഡി. സതീശൻ്റെ ഒക്കെ ഒരു ബാധ്യത തന്നെയാണ് ഡെഫിനറ്റ്ലി. പക്ഷേ അതിനെ വി.ഡി. സതീശനെ മാത്രം ബ്ലെയിം ചെയ്തതിൽ കാര്യമില്ല. കാരണം ഇതാണ് കോൺഗ്രസിൻ്റെ ലോയേഴ്സ് അസോസിയേഷൻ കൊടുത്ത ലിസ്റ്റിൽ നിന്നാണ് വി.ഡി. സതീശൻ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസിഡന്റും സെക്രട്ടറി ആരാണെന്ന് നോക്കിയിട്ട് അവരെ ബ്ലെയിം ചെയ്യുന്നതിനപ്പുറം മുഖ്യമന്ത്രി ബ്ലെയിം ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അല്ലാതെ ഇദ്ദേഹത്തെ ഇപ്പം തന്നെ സംഖ്യയാക്കി ചാപ്പകുത്തുന്നതിലൊന്നും കാര്യമായ ജനങ്ങളെ ഏറ്റെടുക്കില്ല. അതാണ് പ്രശ്നം. കാരണം ജനങ്ങൾക്ക് വി.ഡി. സതീശൻ ആരാണ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. ഇനി അതിലൊരു ഡൈവേർഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഇദ്ദേഹത്തിനും ഇങ്ങനെ ഒരു ചായ്വുണ്ട് എന്നൊക്കെ പറയാം. നിലവിൽ ആസ് ഓഫ് നോ ഇങ്ങനെയുള്ള പ്രവണതകളൊന്നും അദ്ദേഹം കാണിച്ചിട്ടില്ല. ഏതായാലും കാത്തിരുന്ന് കാണാൻ എന്താ സംഭവിക്കുന്നത്.